അവനെ സംബന്ധിച്ചുള്ളത് മരുന്ന് എന്നാണ് പറയുക, പക്ഷേ അത് ലഹരി മരുന്നാണ്. പക്ഷെ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവനെ പിടിച്ച് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അവർ ചോദിച്ചു, ഇന്ന് എന്തിനുള്ള പരീക്ഷ? ലഹരി മരുന്ന് ഒറ്റ പ്രാവശ്യം ജീവിതത്തിൽ ഉപയോഗിച്ചാൽ നമ്മളതിന് അഡിക്ഷനായി തീരും. അഡിക്ഷനായിട്ട് തീരുന്നതിന് പിന്നെ അതില്ലാതെ നമുക്ക് പറ്റില്ല. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ചികിത്സയ്ക്ക് പോയാൽ നമുക്ക് ഇതിന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ മൂന്നാമത്തെ ലഹരി മരുന്ന് കഞ്ചാവിന്റെ ഉൽപ്പന്നങ്ങളാണ് പറയുള്ളൂ. കാരണം ഇവനെ പോലുള്ളവരുടെ കയ്യിലൊക്കെ എന്ത് കിട്ടിയാൽ, മൊബൈൽ കിട്ടിയാൽ, ഞാൻ പറയുന്ന ലഹരി മരുന്നിന്റെ പേര് കടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടും, എത്ര ഗ്രാം കിട്ടും, എത്ര പൈസ നടക്കും, അത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന മൊബൈലിനോട് ചോദിച്ച് അത് ഓർഡർ ചെയ്ത് അവർ ഉപയോഗിക്കും. കുട്ടി ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും. കാരണം എന്താ, ഞാൻ പറഞ്ഞിട്ടാണ് ആ പേര് മനസ്സിലായത്, അതുകൊണ്ടാണ് അവർ ഓർഡർ ചെയ്തതെന്ന് പറയും. അതിന് ഇങ്ങനെ പറഞ്ഞു പോകാം. കഞ്ചാവ് നമ്മുടെ പത്രത്തിൽ കൃത്യമായിട്ട് പറയുന്ന സാധനങ്ങളാണ് അല്ലേ? കണ്ടല്ല, കഞ്ചാവ് കണ്ടല്ല, കണ്ടിട്ടില്ലേ? എത്ര വയസ്സായി? 18. +1 പരീക്ഷ തുടങ്ങുന്ന സമയം കഴിഞ്ഞ മാസത്തിലെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് 3 പിള്ളേരോ അവരുടെ വിദ്യാഭ്യാസത്തിന് കളയരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവനെയും കൊണ്ട് അവൻ്റെ സ്കൂളിൽ ചെന്നപ്പോൾ അവരുടെ മാഷ് പറഞ്ഞു, ഇവൻ്റെ കയ്യിൽ നിന്നോ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇതേമാറ്റ സാധനം ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് ഇവരുടെ പിള്ളേരുടെ കയ്യിൽ. അവർ പറഞ്ഞ മൂക്കിപ്പൊടി പോലെ വലിക്കുന്നൊരു മരുന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പറ്റിച്ച് പോയിരുന്നത്. മനസ്സിലാകണം, മാഷക്കറിയില്ല. മാഷ പറഞ്ഞിട്ടുന്ന കാര്യം മാഷ് കണ്ടിട്ടുള്ളത് ഭാര്യയോ, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭാര്യയോ കാമുകിയോ കാമുകനോ അതല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരാണോ അവരെയാണ് ഏറ്റവും അധികം ആഗ്രഹിക്കുക. കാരണം അവർക്ക് കിട്ടേണ്ടതായ പൈസ കിട്ടാതിരിക്കുമ്പോൾ അത് എങ്ങനെ കിട്ടാം ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് അമ്മ നോക്കിയിരിക്കുന്ന മൊബൈല്. ഞാൻ നോക്കിയപ്പോൾ വൈഫ് ബെഡ്റൂമിൽ ഇരുന്ന് അവിടെ നിന്ന് മൊബൈൽ നോക്കുന്നു. പിന്നെ ഞാൻ ചെയ്യണേ, ഞാൻ TV ഓൺ ചെയ്ത് വെച്ചു, എന്താ എൻ്റെ വീട്ടിൽ മൊബൈൽ നോക്കിയിരുന്നു. ഒരു 2 കാര്യം ചെയ്യണേ, മൊബൈൽ നോക്കുന്നുണ്ട്, TV കാണുന്നുണ്ട്. കുറച്ച് നേരം ഭയങ്കര വിശപ്പ്, ജോലി കഴിഞ്ഞ് വന്നതല്ലേ. ഇവിടുന്ന് ഇന്നലെ പോയത് 9:00. അപ്പൊ അതേമാതിരി 2 പണി കിട്ടി കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് വീട്ടിലെത്തുന്നത് 10 മണിക്കൊക്കെ ആവും. നല്ല വിശപ്പ്. ഉടനെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് വാട്സപ്പിൽ ഇട്ടു, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരുമെന്ന് പറഞ്ഞിട്ട്. പ്രവൺ നിറത്തിലുള്ള കുരുക്കൾ, അത് കഞ്ചാവിന്റെ കുരുക്കളാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പൊടിഞ്ഞ ഉണങ്ങിയ ഇലകളിൽ ചേർന്ന പോക്കറ്റിലോ അല്ലെങ്കിൽ ഷർട്ടിന്റെ പോക്കറ്റിലോ ബാഗിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ കഞ്ചാവിന്റെ പൊടികളോ അല്ലെങ്കിൽ ചുരുണ്ട പേപ്പറുകൾ, ആവശ്യമില്ലാത്ത എന്താ പറയുക നമ്മുടെ ATM കാർഡ് പോലത്തെ കാർഡുകൾ, അതൊക്കെ അതിന്റെ കളക്ഷനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. അത് നമുക്ക് ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സൊക്കെ വേർത്ത് കുളിച്ച് ആകെ നനയും. ആകെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിട്ടുണ്ടാവുക, ഒരു ചെറിയ തണവ് വെച്ചിട്ട് ഈ കിറ്റിട്ട് ഓരോ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കും, ചാരായം വരുന്നുണ്ടോ, ചാരായം കല്ല് കുത്താനുണ്ടോ, കല്ലെന്ന് പറഞ്ഞു കൊടുക്കില്ലേ? അതേമാതിരി ചാരായം വാറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചാരായ കേസ് എടുക്കലായിരുന്നു ഞങ്ങൾക്ക്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓരോ വീട്ടിലേക്കും കയറി ഇറങ്ങുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഓരോ പോലീസുകാരും എക്സൈസുകാരും പോയിരുന്ന സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിരോധിക്കാതെ നിങ്ങൾക്ക് ബോധവൽക്കരണം തരുന്നത്. ഇത് ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. +2 ഫുൾ A+ മേടിച്ച കിഷൻ കാർത്തിക്കിന് അദ്ദേഹം ആദരവ്. ഒപ്പം ക്യാഷ് അവാർഡും കൂടിയുണ്ട് അദ്ദേഹം. ക്യാഷ് അവാർഡ്.
ചെയ്യുന്നുണ്ട്. ക്യാഷ് അവാർഡ് പെട്ടി സുരേഷിൻ്റെയും ജിതയുടെയും മകളാണ്. MSc കെമിസ്ട്രിക്ക് നാഷണൽ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. അതിന് ശാഖ എല്ലാവരും കൂടി വനിതാ സംഘത്തിലെ എല്ലാവരും പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരെയും കൂടി ആദരിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഒരാൾ കൊണ്ടുവരുന്നു. ഓക്കെ, ട്രോഫി എല്ലാവരും നീണ്ട കൈയടി. കയ്യിൽ കൊടുത്താൽ മതി. നമ്മുടെ ശാഖയിൽ നിന്നും ഡോക്ടറേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ അഭിമാനമുള്ള ഒരു നിമിഷം. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഇതുപോലെ നമുക്ക് ശാഖയ്ക്ക് അഭിമാനമാകട്ടെ എന്നുകൂടി ഈ നിമിഷത്തിൽ ഞാൻ സ്മരിക്കുകയാണ്.